സബ്സ്ക്രൈബ് ചെയ്യാൻ പയ്യുമോ ഒന്ന്? ഓക്കെ, താങ്ക് യു. ഹലോ ഗായ്സ്, ഇറ്റ്സ് മീ സംഗീത് ലാൽ ഹിയർ ആൻഡ് എൻ്റെ കൂടെയുള്ള സാൻവിക. അപ്പോൾ ഇന്ന് എൻ്റെ കൂട്ടത്തിലുള്ള സാൻവികയാണ്. ഞങ്ങൾ എവിടെയുള്ള? ഞങ്ങൾ വയനാടാണുള്ളത്. വയനാട് ഈ സ്ഥലത്തിൻ്റെ പേരെന്താണെന്നറിയോ? ഇറ്റ്സ് എന്താണ്? അമ്പലവയൽ. ഇത് അമ്പലവയൽ എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മളെന്നുള്ളത്. നമ്മുടെ ഈ റിസോർട്ടിൻ്റെ പേര് അറിയുമോ? ഇറ്റ്സ് ലേക്ക് ക്രോസ് റിസോർട്ട്. റിസോർട്ടിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം വെൽ മെയിൻറ്റൈൻഡ് ആയിട്ടുള്ള നല്ല സീനിക് ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. സാൻവി കാണിക്കുന്നുണ്ട്. സാൻവി ഒന്ന് കാണിച്ച്. എവിടെയാ കാണുന്ന രസമുള്ള സ്ഥലം എവിടെയാ? ഇതാണോ? ആ അതെ അതെ, സാൻവിക പറഞ്ഞാൽ അവിടെ ഒരു പൂളുണ്ട്, ട്രാംപലീൻ ഉണ്ടെന്ന് വെച്ചാൽ നമ്മൾ ഈ പിള്ളേരൊക്കെ കയറിയിരുന്ന് ഇങ്ങനെ ചാടുമ്പോൾ ഇങ്ങനെ പൊങ്ങിയൊരു സംഭവമില്ലേ, ആ സംഭവമുണ്ട്. സാൻവിക അപ്പോൾ അതിൽ പോകണമെന്നും പറഞ്ഞിട്ട് അങ്ങനെ നിൽക്കുക. പക്ഷെ രാവിലെ തൊട്ട് നല്ല മഴയാണ്. മഴ മാറിയ ശേഷം, മഴ ഏകദേശം മാറിയിട്ടുണ്ട്, മാറിയ ശേഷം നമ്മൾ സാൻവിക്കായിട്ട് ട്രാംപലീനിൽ പോയിട്ട് അതിൻ്റെ ഒരു വീഡിയോ എൻ്റെ കൂട്ടത്തിൽ ആഡ് ചെയ്യുന്നതായിരിക്കും. അതുമാത്രമല്ല, നിങ്ങൾക്ക് ഇവിടുത്തെ ഒരു സീനിക് ബ്യൂട്ടിയൊക്കെ കാണണ്ടേ, ആ വിഷ്വൽസ് നമ്മൾ ഇതിൻ്റെ അടുത്ത് ആഡ് ചെയ്യണമായിരിക്കും. എനിക്ക് ഇവിടുത്തെ റിസോർട്ടിൻ്റെ കാര്യം പറയുമ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം എന്താണെന്നറിയോ? ഇവിടെ സൂപ്പർ സർവീസാണ് അല്ലേ? സൂപ്പർ സർവീസ് എന്ന് വെച്ചാൽ രാവിലെ തന്നെ ഒരു പൂളൊക്കെ റെഡിയാക്കി മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അവിടെ ചേട്ടന്മാരൊക്കെ നിന്ന് ക്ലീനിങ്ങും പരിപാടിയൊക്കെ നടത്തുന്നുണ്ട്. അങ്ങനെ അത്യാവശ്യം വെൽ മെയിൻറ്റെയിൻ ആണ്. രാവിലെ എണീക്കുന്നതിന് മുന്നേ തന്നെ ഇവിടെയൊക്കെ ക്ലീൻ ചെയ്തു. അതാണ് ഫ്ലോർ വെറ്റായിട്ടിരുന്നത്. വെറ്റ് ഫ്ലോർ കണ്ടായിരുന്നു ഇങ്ങോട്ട് നടന്നു വന്നപ്പോൾ. ഫ്ലോർ വെറ്റായിരുന്നു. സാൻവിയൊക്കെ എണീറ്റേ ഉള്ളൂ. എണീറ്റിട്ട് ഇപ്പോൾ എത്ര നേരമായി കാണും? വളരെ കുറച്ച് നേരം ആയിട്ടുള്ളൂ. കാര്യം ഇന്നലത്തെ നമ്മുടെ യാത്രയുടെ ക്ഷീണം ഉണ്ടായിരുന്നില്ലേ. ഇന്നലെ നമ്മൾ ഗുരുവായൂരിൽ നിന്ന് നേരെ വയനാട് അമ്പലവയൽ ആണ് നമ്മൾ വന്നിട്ടുള്ളത്. അമ്പലവയലുള്ള ലേക്ക് ക്രോസ് റിസോർട്ടാണ്. നിങ്ങൾക്കൊക്കെ ട്രൈ ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ് ലേക്ക് ക്രോസ്. നമ്മൾ കുറേ ബ്രാൻഡഡ് ആയിട്ടുള്ള പ്രോപ്പർട്ടീസൊക്കെ ഇവിടെ ഉണ്ടെങ്കിൽ പോലും അതൊന്നും ചിലപ്പോൾ നമുക്ക് ഇത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സീൻസ് ഒന്നും കിട്ടണമെന്നൊന്നും ഇല്ല. പക്ഷേ ഇവിടെ നല്ല ബ്യൂട്ടിഫുൾ ആണ്. ഇത് നമ്മുടെ കാരാപ്പുഴ ഡാമിൻ്റെ ഏരിയയാണിത്. കാരാപ്പുഴ ഡാമിൻ്റെ ഏരിയയാണിത്. ആ ഭയങ്കര പ്രിറ്റിയാണെന്നാണ്. രഞ്ജന് ഈ റിസോർട്ട് ഇഷ്ടപ്പെട്ടോ? അപ്പം ഇന്ന് നമ്മൾ 11 o'clock ഇവിടുന്ന് ചെക്കൗട്ട് ചെയ്യും. എന്നിട്ട് നമ്മൾ എങ്ങോട്ട് പോകും? വിൽ ഗോ ടു തിരുനെല്ലി. തിരുനെല്ലിയിലായിട്ടാണ് നമ്മൾ ഇവിടുന്ന് പോകുന്നത്. തിരുനെല്ലി അമ്പലമൊക്കെ കണ്ട് പോണ വഴിക്ക് കുറച്ച് ആനിമൽസിനെയൊക്കെ സ്പോട്ട് ചെയ്ത് പെഞ്ചുവിനൊക്കെ ടാറ്റ കൊടുത്ത് അപ്പം അങ്ങനെയൊക്കെയാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കണം. അപ്പം ഇനി നമുക്ക് ബാക്കി സ്ക്രീനിൽ കാണാം. സാൻവിക ആദ്യം നമ്മുടെ റൂമൊക്കെ എന്താണെന്നൊന്ന് കാണിച്ചു തരാൻ പോവാണ്. നമ്മളിപ്പോൾ ഇവിടെ ഇരിക്കുന്നത് എവിടെയാ? നമ്മളൊരു ബാൽക്കണിയിലാണ് ഇരിക്കുന്നത്. സാൻവിക കണ്ടു, ഇവിടെ 2 ചെയറൊക്കെ ഇട്ടിട്ടുണ്ട്. ഒരു ടേബിൾ ഇട്ടിട്ടുണ്ട്. ഒരു ഫ്ലവർ വേസ് ഉണ്ട് ഇവിടെ. ഇച്ചിരി പഴയതാണ്, പക്ഷെ പ്രിറ്റിയാണ്. പിന്നെ ഇവിടെ നോക്കിയാൽ എന്ത് കാണാൻ പറ്റും? കാരാപ്പുഴ ഡാമിൻ്റെ ഭാഗങ്ങൾ കാണാൻ പറ്റും. ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് ഈ സ്ഥലം. അതിനടുത്ത് ഏറ്റവും വലിയൊരു ആകർഷണം. അപ്പം ഇനി റൂമിലോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് റൂം നോക്കാൻ പറ്റും. അപ്പോൾ വാ, റൂമിലോട്ട് പോവാം. റൂമിലോട്ട് ഓക്കെ. കേട്ടോ അപ്പോൾ നമ്മൾ റൂമിൽ വന്നിരിക്കുകയാണ്. കീ ഇടണം അല്ലേ? ലോക്ക് ചെയ്തു. നമ്മൾ റൂമിൽ വന്നു. ആദ്യം ലൈറ്റ്സൊക്കെ ഓൺ ആക്കണ്ടേ സാൻവിക? അതെ, നമ്മുടെ അമ്മ ഇവിടെ ഇരിപ്പുണ്ട്. അവിടുത്തെ ലൈറ്റ് ഓണായി. നല്ല സാൻവികക്ക് ഇവിടെ വന്നപ്പോൾ കിട്ടിയ ആമ്പൽ പൂവുണ്ട്. ആമ്പൽ പൂ ഇവിടെ വെച്ചിട്ടുണ്ട്. ലൈറ്റ്സ് എല്ലാം നമുക്ക് ആദ്യം ഒന്ന് ഓണാക്കാം. ഫ്രൂട്ട്സിലൊരു ബിസ്ക്കറ്റ് ഉണ്ടായിരുന്നു, പക്ഷെ അത് സാൻവിക കഴിച്ചു. ഞങ്ങൾ ബാക്കിയുള്ള പഴവും ബാക്കി കാര്യങ്ങളൊക്കെ അവരുടെ അമ്മയുടെ അപ്പയുടെ റൂമിലുള്ളതും സാൻവിക തന്നെയാണ് കഴിച്ചത്. സാൻവിക ഇറ്റ്സ് ലോട്ട് ഓഫ് ബിസ്ക്കറ്റ്സ്. ഗുഡ് ഡേ ബിസ്ക്കറ്റ് ആയിരുന്നു, ഗുഡ് ഡേ ബിസ്ക്കറ്റ്. പിന്നെ ഇവിടെ അത്യാവശ്യം നല്ല നൈറ്റ് ആയപ്പോഴാണ് നമ്മളിവിടെ വന്നത്. അപ്പോഴാണ് സാൻവിക കഴിച്ചത്. പിന്നെ ഇച്ചിരി അലങ്കോലായി കിടക്കണം. കാര്യം നമ്മൾ ഒരു ദിവസം താമസിച്ച മുറിയില്ല, അതുകൊണ്ടാണ് ഇത്ര അലങ്കോലായിട്ടാണ് കിടക്കുന്നത്. അലങ്കോലാകാത്തൊരു വീഡിയോ നമുക്ക് ഇതിൽ ആഡ് ചെയ്യാം അല്ലേ സാൻവിക? അത് കുഴപ്പമില്ല, അമ്മമ്മയുടെ ഒരു മുടിയല്ലേ, കിടന്നത് പറ്റിയിട്ടുള്ളത്. ബെഡൊക്കെ എങ്ങനെയുണ്ട് സാൻവിക?
പിന്നെ നല്ലൊരു തലയണ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നമ്മൾ ഇവിടെ നിന്നൊക്കെ പോയി തലയണ മേടിച്ചാൽ ഈ ഒരു എഫക്റ്റ് കിട്ടണില്ല. ഓക്കെ, പിന്നെ എന്തുണ്ട്, ഒരു TV ഉണ്ടല്ലേ? സാൻവിയൊക്കെ ഇഷ്ടപ്പെട്ട ഒരു ചാനലാണ് ഡിസ്കവറി കിഡ്സ്. പക്ഷേ ഈ TVക്കകത്ത് ഡിസ്കവറി കിഡ്സിൻ്റെ ഹിന്ദി ചാനൽ മാത്രമേ ഉള്ളൂ. ആൻഡ് സാൻവിക ഡസ് നോ ഹിന്ദി. ആദ്യ അതെന്ന് വെച്ചാൽ സാൻവികയുടെ ഒരു ഫ്രണ്ട് ഉണ്ട്, ആദ്യ ആക്ച്വലി ഷീസ് ഫ്രം നോർത്ത് ഇന്ത്യ. ഷീസ് ഫ്രം കാശ്മീർ. അപ്പോൾ ആദ്യമൊക്കെ ഹിന്ദി അറിയാം, പക്ഷേ സാൻവിക ഈസ് ഫ്രം കേരള ആൻഡ് സാൻവികക്ക് മലയാളം ആൻഡ് ഇംഗ്ലീഷ് ആയുള്ളൂ അല്ലേ. പിന്നെ വേറെ എന്തൊക്കെയാണ് റൂമിലുള്ളത്? അത്യാവശ്യം ലൈറ്റ്സൊക്കെ നമ്മൾ ഓണാക്കിയിട്ടുണ്ട്. അത്യാവശ്യം വെൽ മെയിൻറ്റൈൻഡ് ആയിട്ടുള്ളൊരു റൂമാണ്. ഫാനുണ്ട്, ഒരു AC ഉണ്ട്. എനിക്ക് തോന്നുന്നു ഇവിടെ ഫാൻ വർക്ക്. ഇവിടെ ഫാനിൻ്റെ ആവശ്യമുണ്ടോ? കോൾഡ് അല്ലേ. പിന്നെ അത്യാവശ്യം നല്ല ഒരു ബാത്റൂമുണ്ട്. ഈ ബാത്റൂമിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ വെറ്റ് ഏരിയയും നമ്മുടെ ഡ്രൈ ഏരിയയും നമ്മളിങ്ങനെ വേർതിരിച്ചൊരു ഗ്ലാസ് ഇട്ടിട്ടുണ്ട്. അത് നല്ലതാണല്ലേ സാൻവിക? നമ്മൾ കുളിക്കുമ്പോൾ വെള്ളമൊന്നും ഇങ്ങോട്ട് വീഴില്ല. അയർലൻഡിലൊക്കെ അങ്ങനെയാ കാര്യം. നമ്മുടെ നിർമ്മാണ രീതി പോലെയല്ല അവിടെ വീട് നിർമ്മിക്കുന്നത്. അപ്പം അവിടെ അതിൻ്റെതായിട്ടുള്ള വ്യത്യാസങ്ങളുണ്ട്. അപ്പം നമ്മുടെ റൂം ഇത്രയൊക്കെ ഉള്ളൂ. ബാക്കി നമ്മളവിടുത്തെ സീനിക് ബ്യൂട്ടിയൊക്കെ കാണിച്ചു. എൻ്റെ അമ്മയോട് ഇരിപ്പുണ്ട്. ചേട്ടനും ചേച്ചിയൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയി. അപ്പം ഇനി ബാക്കി ശേഷം കാണാം. ബ്രേക്ക്ഫാസ്റ്റ് ചെയ്താലും ബൊഫേ ആയിരുന്നു. ഞാൻ കഴിച്ചത് ഇഡ്ഡലി, ബട്ടൂര, ചട്നി, മുളക്. ഇഡ്ഡലിയൊക്കെ നല്ലതായിരുന്നു. ഏതായാലും നല്ല ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. നമുക്കിവിടെ ചെറുതാണെങ്കിലും കുറേ ആക്ടിവിറ്റീസ് ഉണ്ടായിരുന്നു. അതിൽ എൻ്റെ വൺ ഓഫ് ദ ഫേവറേറ്റ് ആയിരുന്നു ഈ ആരോ ആൻഡ് ബോ അല്ലെങ്കിൽ അമ്പെയ്ത്ത് എന്ന് പറയുന്നത്. ഇത് ഞാൻ വളരെ അധികം എൻജോയ് ചെയ്തു. നമുക്ക് വീഡിയോസ് ഷൂട്ട് ചെയ്യാനോ അല്ലെങ്കിൽ ഫോട്ടോസ് എടുക്കാനോ ഒക്കെ പറ്റിയൊരു അന്തരീക്ഷമാണ് ഇവിടെ ഉള്ളത്. ഇവിടുത്തെ ഇൻഫിനിറ്റി പൂളും അതിനോട് ചേർന്നുള്ള നമ്മുടെ റിസർവോയറിൻ്റെ ഭാഗങ്ങളും ഒക്കെ നല്ല സൂപ്പർ വിഷ്വൽസും നല്ല സൂപ്പർ ഫോട്ടോസും ഒക്കെ നമുക്ക് തരും. അപ്പോൾ ഞാനെടുത്ത എൻ്റെ ചേച്ചിയുടെ കുറച്ച് വീഡിയോസാണ് ഞാൻ ഈ കൂട്ടത്തിൽ പിൻ ചെയ്തിരിക്കുന്നത്. എന്നെ അറിഞ്ചിക്കൊക്കെ ഇഷ്ടമുള്ളത് ഈ പൂവാണോ? വീഡിയോ ചെയ്യുവാണ്. നമ്മളിനി എങ്ങോട്ടാ പോണത്? ഗോയിങ് ടു തിരുനെല്ലി ടെമ്പിൾ. അത് കഴിഞ്ഞ് നമ്മൾ വീട്ടിൽ പോകുന്നു. വയനാട് വന്ന് ഞാൻ എപ്പോഴും ശ്രദ്ധിക്കാറുള്ളൊരു കാര്യം ഇവിടുത്തെ ചെടികളിൽ പൂവുണ്ടാവുക എന്നുള്ളതാണ്. നമ്മുടെ നാട്ടിലൊക്കെ നമ്മൾ ചെടി വെച്ച് കഴിഞ്ഞാൽ പൂവുണ്ടാകാൻ ഇത്തിരി കഷ്ടപ്പാടാണ്. പക്ഷേ ഇവിടെ ഒരു ചെടി വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് വീട്ടിലാണെന്നുണ്ടെങ്കിലും റിസോർട്ടിലാണെന്നുണ്ടെങ്കിലും എവിടെയാണെന്നുണ്ടെങ്കിലും അതിലൊക്കെ പൂവുണ്ടാവും. എനിക്ക് തോന്നുന്നു ഇവിടുത്തെ ക്ലൈമറ്റ് ഈ പ്ലാന്റ്സിനൊക്കെ പറ്റുന്ന തരത്തിലായതുകൊണ്ടായിരിക്കാം മിക്കവാറും. പിന്നെ ഈ റിസോർട്ടിൽ ഏറ്റവും വലിയ ഒരു ഹൈലൈറ്റാണ് ഈ പൂള്. ഈ പൂളാണ് ഇവിടെ ഒരു വലിയൊരു ഘടകം ഇതിനെ ബ്യൂട്ടിഫുൾ ആക്കുന്നതിൻ്റെ. ഇതിലെപ്പോഴും ഞാൻ നോക്കുമ്പോൾ ഇതിൽ കുരുവികൾ കളിച്ചും ചിരിച്ചും ഒക്കെ അവിടെ നടപ്പുണ്ട്. ഭയങ്കര രസമാണ് കുരുവികൾ അവിടെ നടക്കുന്നതൊക്കെ കാണാൻ വേണ്ടിയിട്ട്. ആളില്ലെന്നുണ്ടെങ്കിൽ എല്ലാ ടൈമും അവിടെ കുരുവികളുണ്ടാവും. പിന്നെ ഈ പൂളിൻ്റെ ഒരു ഇത് വരുന്നത് നമ്മുടെ ഡാമിൻ്റെ റിസർവോയറിലേക്കാണ്. അത് ഭയങ്കര ഒരു ബ്യൂട്ടി നൽകുന്നുണ്ട് ഈ റിസോർട്ടിന്. ഇവിടെ റിസപ്ഷൻ ഏരിയയൊക്കെ വളരെ സിമ്പിളായിട്ടാണ് അവർ ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. വളരെ ചെറിയൊരു പ്രോപ്പർട്ടിയാണ്. അപ്പം അതിനനുസരിച്ചിട്ടുള്ള ഒരു റിസപ്ഷൻ ഏരിയയും സംഭവമൊക്കെയാണ്. എനിക്കൊന്നൊരു ട്രിപ്പ് അഡ്വൈസറാണ് ഇവിടുത്തെ മെയിൻ ഒരു ഓൺലൈൻ പാർട്ട്ണർ എന്ന് തോന്നുന്നു. എല്ലാ വർഷവും അവരുടെ എന്തെങ്കിലുമൊക്കെ ഒരു അവാർഡ് കിട്ടിയതായിട്ട്
ഇവരിവിടെ കാണിച്ചിട്ടുണ്ട്. ഫ്ലവറിൻ്റെ പേര് പറ. എന്നെ എപ്പോഴും വന്നു പോണം ആമ്പൽ. അപ്പോൾ ഇനിയിപ്പോൾ 11 മണിയായി. നമ്മളിവിടെ നിന്ന് ചെക്കൗട്ട് ചെയ്ത് പോകുവാണ്. അപ്പോൾ നമ്മൾ പെട്ടിയൊക്കെ പാക്ക് ചെയ്ത് ബില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് റിസപ്ഷൻ ഏരിയ ഇരിക്കുവാണ്. നമ്മുടെ പെട്ടിയൊക്കെ പുറത്ത് കൊണ്ട് ചേട്ടന്മാർ വെച്ച് തന്നിട്ടുണ്ട്. അപ്പോൾ ഇനി തിരുനെല്ലി കാണാം. അങ്ങനെ നമ്മൾ തിരുനെല്ലി അമ്പലം എത്തിയിരിക്കുകയാണ്. ആ കാണുന്ന സ്റ്റെപ്പുകൾ കയറിയിട്ട് വേണം നമുക്ക് അമ്പലത്തിലേക്ക് എത്താൻ. അപ്പം നമ്മളിപ്പോൾ അവിടെ വിസിറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ കൂട്ടത്തിൽ കാല് വയ്യാത്ത ആരെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സ്റ്റെപ്പ് കയറാൻ വയ്യാത്ത ആരെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരെ ഉറപ്പായിട്ട് നമ്മൾ താഴെ പാർക്കിങ്ങിൽ വണ്ടിയിൽ വല്ലതും ഇരുത്തുക. എന്നിട്ട് നമ്മൾ കയറുക. അമ്പലത്തിൻ്റെ മുകളിലോട്ട് കയറി കഴിഞ്ഞാൽ ഇപ്പോൾ അമ്പലം പണിയൊക്കെ നടക്കുന്നുണ്ട്. പിന്നെ അമ്പലം ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു സ്ഥലത്താണ് നിൽക്കുന്നത്. പുറകിലത്തെ മലനിലകളും എല്ലാം നമുക്ക് ഭയങ്കര ഒരു ഫീല് നൽകും. ഏതായാലും ഇതാണ് പഴയ അമ്പലത്തിൻ്റെ കൽക്കെട്ട് ഭാഗങ്ങളൊക്കെ. പക്ഷേ ഇതൊക്കെ ഇപ്പം മാറ്റി പുതിയ അമ്പലം പണിയാൻ തുടങ്ങിയിട്ടുണ്ട്. ആൻഡ് ഇവിടെ അമ്പലം പണിയുടെ സഹായമൊക്കെ ആവശ്യപ്പെട്ടിട്ട് ഫ്ലെക്സും സംഭവങ്ങളൊക്കെ നമ്മൾ കണ്ടു. ആക്ച്വലി നമ്മൾ ഇതിനെ കോൺട്രിബ്യൂട്ട് ചെയ്യണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. തിരുനെല്ലി അമ്പലം എന്നതിലുപരി ധാരാളം ആൾക്കാർ വന്ന് കാണുന്ന ഒരു സ്ഥലമാണല്ലോ. നമ്മൾ തന്നെ എത്ര പ്രാവശ്യം പോയിട്ടുണ്ടാവും. അപ്പം നമ്മളതിലേക്ക് ഒരു ചെറിയ കോൺട്രിബ്യൂഷനൊക്കെ കൊടുക്കുന്നത് നന്നായിരിക്കും. കാര്യം നമ്മളിനിയും അവിടെ പോകും. ഇനി അവിടെ ചെല്ലുമ്പം നല്ലൊരു ഇൻഫ്രാസ്ട്രക്ചറിൽ അമ്പലം നിൽക്കുക എന്നൊക്കെ പറയുന്നത് നമ്മളെയും വളരെ പോസിറ്റീവായിട്ട് ഇതാക്കുന്നൊരു സംഭവമാണ്. പിന്നെ തിരുനെല്ലി ക്ഷേത്രത്തിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ ധാരാളം കടകളും സംഭവങ്ങളൊക്കെ ഉണ്ട്. അവിടെ നമുക്ക് തേൻ നെല്ലിക്ക അങ്ങനത്തെ കുറേ പ്രൊഡക്ട്സൊക്കെ മേടിക്കാൻ പറ്റും. പിന്നെ പത്മതീർത്ഥ കുളമൊക്കെ ഉണ്ട്. സ്റ്റെപ്പൊക്കെ ഇറങ്ങാൻ പറ്റുന്നവരാണെങ്കിൽ ഇവിടെ നേരത്തെ വന്ന് ബലിയൊക്കെ ഇട്ട് പത്മതീർത്ഥ കുളത്തിലൊക്കെ മുങ്ങിക്കുളിച്ച് വളരെ സംതൃപ്തിയോടുകൂടി നിങ്ങൾക്ക് വീട്ടിലേക്ക് മടങ്ങിപ്പോകാൻ പറ്റും. ആൻഡ് പത്മതീർത്ഥ കുളത്തിലൊക്കെ മുങ്ങിക്കുളിച്ച് കഴിഞ്ഞാൽ എന്ത് പാപം ഉണ്ടെങ്കിലും ആ പാപമൊക്കെ ഒഴുകി പോകുന്നുള്ളതാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. ഇതാണ് ഇവിടുത്തെ സ്റ്റെപ്പ്. തിരുനെല്ലി അമ്പലത്തിൽ നിന്ന് നമ്മൾ നേരെ പോയി നമ്മുടെ കുട്ടേട്ടൻ്റെ ഉണ്ണിയപ്പക്കടയിലോട്ടാണ്. അവിടെ രക്തചന്ദനവും കുറേ സാധനങ്ങളൊക്കെ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. അതിന് അവിടെ കുറച്ച് പേര് അവിടെയുള്ള ആൾക്കാരൊക്കെ ഇരുന്ന് ചായ കുടിച്ച് ഉണ്ണിയപ്പമൊക്കെ കഴിച്ച് അങ്ങനെ വൈബടിക്കുന്നുണ്ട്. അപ്പം ഇതാണ് കറക്റ്റ് സ്ഥലം. ആ അമ്പലത്തിലേക്ക് വളയുന്ന ആ സ്ഥലത്ത് തന്നെയാണ് ഈ ഒരു കട പണ്ടത്തെ പോലെ തന്നെ ഇപ്പോഴും നന്നായിട്ട് നിലനിൽക്കുന്നു. നല്ല കച്ചവടമൊക്കെ ഉണ്ട്. ഉണ്ണിയപ്പം തിരക്കി ധാരാളം പേര് അവിടെ വരുന്നുണ്ട്. നമ്മൾ മേടിച്ചു ഒരു 2 പാക്കറ്റ് ഉണ്ണിയപ്പം. കണ്ട ഉണ്ണിയപ്പമാണ് നിറച്ചും. കാര്യം അത്യാവശ്യം നമുക്ക് നല്ല വിശപ്പുണ്ട്. അപ്പം തൽക്കാലം ഒരു കട കാണുന്നത് വരെ നമ്മൾ ഈ ഉണ്ണിയപ്പത്തെ വേണം പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട്. ഉണ്ണിയപ്പം ചേച്ചി പുറകിലിരിപ്പുണ്ട്. അപ്പോൾ അങ്ങനെ തിരുനെല്ലിയിൽ നിന്ന് നമ്മുടെ നാട്ടിലേക്കുള്ള യാത്രാമധ്യയാണ് ഈ ഒരു ഹോട്ടൽ കണ്ടത്. ഹോട്ടലുകളൊക്കെ കുറേ നോക്കിയിട്ട് കിട്ടാത്തതുകൊണ്ട് നമ്മൾ കയറിയൊരു ഹോട്ടലാണിത്. തറവാടെന്നാണ് ഇതിൻ്റെ പേര്. അത്യാവശ്യം നല്ല കാർ പാർക്കിംഗ് സ്പേസ് ഉണ്ട്. പിന്നെ ഇത് കറക്റ്റ് ഏത് സ്ഥലമാണെന്ന് എനിക്ക് പറഞ്ഞു തരാൻ അറിയില്ല. ഏതെങ്കിലുമൊക്കെ വയനാടുകാർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇതൊന്ന് കമൻറ്റ് ചെയ്യുക. കാര്യം പലർക്കും ഇത് ഉപകാരപ്പെട്ടേക്കാം. വളരെ കുറഞ്ഞ കോസ്റ്റിൽ നല്ല സൂപ്പർ ഭക്ഷണം. അത് ഊണാണെന്നുണ്ടെങ്കിലും ബിരിയാണി ആണെന്നുണ്ടെങ്കിലും നല്ല സൂപ്പറായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. ബിരിയാണി കണ്ടോ, ഒരു കച്ചമ്പറ്, ഒരു ചട്നി, അച്ചാറ്, പപ്പടം. അമ്മയാണെന്നുണ്ടെങ്കിൽ വെജിറ്റേറിയൻ ആയിരുന്നു, ഊണ് കഴിച്ചു. ചേട്ടനും ചേച്ചിയൊക്കെ മീൻകറി മീൻ വറുത്തൊക്കെ കൂട്ടിയാണ് ചോറുണ്ടത്. എല്ലാ ഫുഡും നല്ല സൂപ്പറായിരുന്നു. ഞങ്ങളുടെ സാൻവിക്കൊക്കെ ഇവിടുത്തെ ബിരിയാണി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. റഞ്ജു കടയിലെ ബിരിയാണി എങ്ങനെയുണ്ട് റഞ്ജു? ഇഷ്ടപ്പെട്ടോ? കഴിച്ചോ? ആണ് എത്രത്തോളം ഇഷ്ടപ്പെട്ടു? ഓക്കെ. താമരശ്ശേരി ചുരം ഇറങ്ങുന്നതിന് മുന്നേ നമ്മൾ ഗാന്ധി ഗ്രാമത്തിൻ്റെ ഒരു ഷോപ്പിൽ കയറി കുറച്ച് ഐറ്റംസൊക്കെ മേടിച്ചായിരുന്നു. അപ്പോൾ അതിൻ്റെ ചെറിയൊരു ഷോർട്ട് വീഡിയോ ആണിത്. അവിടെ കുറേ ഐറ്റംസൊക്കെ ഇരിപ്പുണ്ട്. ഇതൊക്കെ എന്നെ ഹഠാത് ആകർഷിച്ചു. പിന്നെ നമുക്കിതൊന്നും കൊണ്ട് വലിയ ഉപകാരമൊന്നുമില്ല. ജസ്റ്റ് കാണാൻ ഷോയ്ക്ക് വെക്കാമെന്നൊക്കെ ഉള്ളൂ. യെസ്. കട എങ്ങനെയുണ്ട് റഞ്ജു? നീ കട എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. എന്നാ ഐഡിയ ഉള്ളത്? ഓക്കെ ഓക്കെ ഓക്കെ.
ലോട്ട്സ് ഓഫ് പേഴ്സസ് ഉണ്ടല്ലേ, ഡിഫറെന്റ് ടൈപ്സ്. അല്ല അതുപോലത്തെ പേഴ്സ് വേറെയും കിടപ്പുണ്ട് മഞ്ജു. മഞ്ജുവിൻ്റെ പേഴ്സ് പിങ്ക് കളറാണ്. ചെയ്യും. സ്ക്വിഷി ബാഗും ഉണ്ട്. പിന്നെ മിഠായി ഒക്കെ ഉണ്ട് റഞ്ചു. ആണോ? ആണോ? ഓക്കെ. സബ്സ്ക്രൈബ് ചെയ്യാൻ പയ്യുമോ ഒന്ന്? ഓക്കെ, താങ്ക് യു. ഇതെന്താണെന്നറിയാമോ രഞ്ജു? ഇത് രാമച്ചാണെന്ന് തോന്നുന്നു. പക്ഷേ ഇത് ഉരച്ച് തേച്ച് കുളിക്കാനാണ്. ഇതൊക്കെ സോപ്പ് ഐറ്റംസ് ആണ് രഞ്ജു. കണ്ടത് ഇതൊക്കെ സോപ്പാണ്. ഇതെല്ലാം സോപ്പാണ്. വുഡൻ സ്റ്റഫ് ഉണ്ട്. ഇതൊക്കെ പിള്ളേർക്ക് കളിക്കാനുള്ളതാണെന്ന് തോന്നുന്നു. ആണോ? റിഞ്ചുവിൻ്റെ പോലത്തെ ഒരു യൂണിക്കോൺ പെൻസിൽ കേസ് ഉണ്ട്. ലോട്ട് ഓഫ് സ്റ്റഫ് ഉണ്ടല്ലോ റിഞ്ചു കടയിൽ. ക്യൂട്ട് ലിറ്റിൽ പിയർ അല്ലേ? ഒരു ക്യാറ്റ് ഉണ്ട്. ഒക്കെ മനസ്സിലായി. ബിഗ് ഫ്ലവർ വൈസ് ഉണ്ട് റിഞ്ചുക്ക. കീ ചെയിൻസ് ആണ് റിഞ്ച. കീ ചെയിൻസ് ഇത് കണ്ട സ്പ്രൈറ്റിന്റെ പോലത്തെ ഒരു കീ ചെയിൻ അല്ല. ഇത് സോഡ ഓപ്പണറാ. എന്തിനാണെന്നറിയോ? സോഡ ഓപ്പൺ ചെയ്യാനാണ്. Yes, unicorn. It's a unicorn keychain. You like it? Yeah. Do you like to buy that? ആണോ? ഇതിന് ഇറ്റ് കോസ്റ്റ് 90 rupees. വൃത്തിയാണല്ലേ, അപ്പം മേടിക്കണം. ഓ ഏതായാലും അതും കൂടി മേടിച്ചേക്കാം. ഒരെണ്ണെടുത്തു. ഓക്കെ, 3 സ്റ്റെപ്പായി കേട്ടോ അറിഞ്ഞാൽ. ഇതൊക്കെ ബില്ലിങ് കാണിക്കണം എടുക്കുമ്പോൾ. ഈ ബുദ്ധൻ്റെ തല കൊള്ളാം അറിഞ്ഞ. ബുദ്ധൻ തല, ബുദ്ധൻ ഹെഡ്. ഇതിന് എത്ര രൂപയല്ലോ? No, I'm not going to buy anything. You can buy something that you like. But I don't want anything. Oh, painting. Ganesha's painting. ഇതിൻ്റെ വളയുണ്ട്. എന്നാ ഗണേശ? മനസ്സിലായി. ഓ മ്യൂസിക് ക്ലാസ് ഒക്കെ പോകണ്ടല്ലേ? പാട്ട് പാടുവാണോ? അപ്പോൾ അങ്ങനെ നമ്മൾ വണ്ടി ഓടിച്ച് നമ്മുടെ സ്വന്തം നാട്ടിലെത്തിയിരിക്കുകയാണ്. അരൂർ എത്തിയിട്ടുള്ളൂ. അരൂർ ഇങ്ങനെ വണ്ടി ബ്ലോക്കായിട്ട് കിടക്കുക. എത്ര നേരം ഇനി ഇവിടെ ഇങ്ങനെ ഇരിക്കണമെന്ന് നമുക്കറിയില്ല. ഇപ്പോൾ ഏകദേശം നമ്മളൊരു 12:50 ആയപ്പോൾ ഇവിടെ എത്തിയിട്ടുള്ളതാണെന്ന് എനിക്ക് തോന്നുന്നു. കുറേ ടൈമായി, പക്ഷെ വണ്ടിക്ക് ഒരു മൂവ്മെൻറ്റും ഇല്ല. നമ്മൾ മലപ്പുറം, പട്ടാമ്പി, തൃശ്ശൂർ, എറണാകുളം വഴിയാണ് നമ്മളിങ്ങോട്ട് എത്തിയത്. പക്ഷേ എന്തു പറയാം, വലിയ കുഴപ്പമൊന്നുമില്ലാതെ ഇവിടം വരെ വന്നു. പക്ഷേ പെട്ടു ഗായ്സ്.
അങ്ങനെ വയനാട് നിന്നൊരു നീണ്ട യാത്ര ചെയ്ത് നമ്മൾ നമ്മുടെ വീട്ടിൽ മൊഹമ്മയിലെത്തിയിരിക്കുകയാണ്. ആക്ച്വലി നമ്മളൊരു 1 മണിയായപ്പം നമ്മൾ അരൂരെത്തി. ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു ഒരു 2 മണിയൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മൾ തിരുനെല്ലിയിൽ നിന്ന് ഇറങ്ങിയതാണ്. പിന്നെ നമ്മൾ ഭക്ഷണം കഴിക്കാനും ചായ കുടിക്കാനൊക്കെ ഇറങ്ങി, അങ്ങനെ കുറേ സമയമൊക്കെ പോയി. എങ്കിലും നമ്മൾ രാത്രി ഒരു 1 മണിയായപ്പോൾ നമ്മൾ അരൂരെത്തിയിട്ട് പിന്നെ വണ്ടി അനങ്ങുന്നില്ല. ഒരു 2 മണി, എനിക്കൊന്ന് 1 മണിക്കൂറോളം ഞങ്ങളവിടെ ഇങ്ങനെ വെറുതെ കിടന്ന് നോക്കി. പിന്നെ അരൂരുള്ള ആൾക്കാരുടെ സന്മനസ്സുകൊണ്ട് അവർ പറഞ്ഞൊരു റോഡ് ഇങ്ങനെ കട്ട് ചെയ്ത് പോകാൻ പറഞ്ഞു. അങ്ങനെ കട്ട് ചെയ്ത് പോയി. ഞങ്ങൾ ആ കട്ട് ചെയ്ത റോഡിലെത്തിയപ്പം അവിടെ എല്ലാ ഹൈവേ ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് കൊണ്ട് അവിടെ പല സ്ഥലത്ത് നിന്നുള്ള വണ്ടികൾ വന്ന് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കിടന്ന് അവിടെ മൊത്തം ബ്ലോക്ക്. ആ നാട്ടിലുള്ള ജനങ്ങൾ മൊത്തം എണീറ്റ് ആ ബ്ലോക്ക് മാറ്റാൻ വേണ്ടി പരിശ്രമിച്ച് ഒരുവിധം അവിടെ നമ്മൾ രക്ഷപ്പെട്ടു പോകുന്നത്. എന്താ ഏറ്റവും വലിയ കോമഡി എന്ന് വെച്ചാൽ നമ്മുടെ നാഷണൽ ഹൈവേയിൽ ഇങ്ങനെ അരൂര് വണ്ടികൾ ഇങ്ങനെ കിടക്കുക, ആർക്കും അറിയില്ല എന്താ സംഭവം എന്ന്. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറേ ആൾക്കാരൊക്കെ ഇറങ്ങി കുറേ നടന്നൊക്കെ ചെന്നപ്പോൾ എന്തോ വണ്ടി ബ്ലോക്ക് ചെയ്തിട്ടിരിക്കുകയാണെന്നോ അവിടെ എന്തോ പണി കിടക്കുവാണെന്നോ അങ്ങനെ എന്തൊക്കെയാണ് പറഞ്ഞത്. ഏതായാലും നമ്മുടെ നാട്ടുകാർക്ക് അല്ലെങ്കിൽ നമ്മുടെ ജനങ്ങൾക്ക് നമ്മുടെ ഒരു ഭരണ സംവിധാനവും ബാക്കി കാര്യങ്ങളൊക്കെ നൽകുന്ന ഒരു വില എന്ന് പറയുന്നത് ഒരു എന്താണ്, ഒരു തെരുവ് നായ്ക്ക് നൽകുന്ന ഒരു പരിഗണന പോലും നൽകുന്നില്ലെന്ന് എനിക്ക് തോന്നുന്നത്. ആൾക്കാരിങ്ങനെ വെറുതെ രാത്രി 1 മണിക്കൊക്കെ റോട്ടിലിങ്ങനെ ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുക. അവരോട് എന്താണ് നടക്കുന്നതെന്ന് പറയുന്നില്ല. അവിടെ ഈ വണ്ടി തിരിച്ചു വിടാനോ ഒന്നും തന്നെ ഒരു പോലീസുകാരനില്ല, അല്ലെങ്കിൽ ഒരു പോലീസുകാരില്ല, ഒരു ഉത്തരവാദിത്വം ഇല്ല. എന്തൊക്കെയോ അവർ ചെയ്യുന്നു. നാട്ടുകാരവിടെ റോട്ടിൽ ഇങ്ങനെ കിടക്കുക. ഇപ്പോൾ പോവാം, നാളെ പോവാം, മറ്റന്നാൾ പോകാമെന്ന് പറഞ്ഞ് കിടക്കുക. അപ്പോൾ ഇന്ന് അരൂരത്തെ ബ്ലോക്കിൽ രാത്രി പെട്ട ആരെങ്കിലും ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവർ താഴെ കമൻ്റ് അടിക്കണം. ഇന്നത്തെ അവസ്ഥ മാത്രം ആയിരിക്കത്തില്ല. നമ്മൾ ഇന്ന് അങ്ങനെ കൂടി യാത്ര ചെയ്തുകൊണ്ട് നമ്മൾ അറിഞ്ഞു. ചിലപ്പോൾ എല്ലാ ദിവസവും ഈ അവസ്ഥയൊക്കെ തന്നെ ആയിരിക്കാം. ഏതായാലും ഒരു വല്ലാത്ത അവസ്ഥയായിരുന്നു. പിന്നെ എനിക്ക് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം സഞ്ചരിക്കുമ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ റോഡുകൾ ഒട്ടുമിക്ക എല്ലാ റോഡുകളും മോശമാണ്. വയനാട് വരെ പോയിട്ട് എനിക്കറിയില്ല, നല്ല റോഡുകളൊന്നും തന്നെ ഇല്ലെന്ന് വേണം പറയാൻ. ഇപ്പോൾ എവിടെ പോയിട്ട് റോഡുകളെല്ലാം മോശം. എനിക്കറിയില്ല എന്താണ് സംഭവിക്കണമെന്ന് അറിയില്ല. റോഡ് നന്നാക്കാഞ്ഞിട്ടാണോ, നന്നാക്കണതിൽ ക്വാളിറ്റി ഇല്ലാതെ പൊളിഞ്ഞു പോണതാണോ, എന്താണെങ്കിലും കൊള്ളാം, നന്നായി വരുന്നുണ്ട്, എന്ത് പറയാനാണ്. ഏതായാലും നമ്മുടെ വയനാട് യാത്ര ഒഴിച്ചു കഴിഞ്ഞാൽ നൈസായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ താമസിച്ച സ്ഥലവും നമ്മൾ പോയ സ്ഥലവും പിന്നെ നമ്മൾ ഫാമിലി ആയിട്ടൊക്കെ ഇങ്ങനെ പോകുമ്പോൾ നമുക്കൊരു അതിൽ നിന്ന് കിട്ടുന്നൊരു ആനന്ദം ഉണ്ടല്ലോ, അതൊരു രസമാണ്. അപ്പോൾ ഏതായാലും കൊള്ളായിരുന്നു. അപ്പോൾ ഇപ്പം ഏകദേശം രാത്രി 3 മണി കഴിഞ്ഞു ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കുമ്പം. അപ്പം ബൈ ഫ്രം സൻകീത് ലാൽ.